തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം നാളെയും മറ്റന്നാളും ചേരും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിശദമായ ചർച്ച ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന്. സനൂപ്, നാളത്തെ യോഗത്തിന്റെ പ്രാധാന്യം എന്താണ്? നിഷാദ്, നാളെയും മറ്റന്നാളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശാലമായിട്ടുള്ള ബോർഡ് യോഗം ചേരുന്നത്. നമുക്കറിയാം, സ്വർണ്ണപ്പാളി വിവാദം കത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞൊരു ദിവസം യോഗം ചേരാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും അന്ന് ഈ ശബരിമല മേൽശാന്തിമാരുടെ അസുഖമായതിനാൽ തന്നെ അതിനുള്ള സമയം കിട്ടാതെ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വിശാലമായിട്ടുള്ള യോഗം നാളെയും മറ്റന്നാളും ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ഒന്ന്, ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ബോർഡ് വിലയിരുത്തും. ബോർഡിന്റെ കൂടി ഒരു ആവശ്യമായിരുന്നു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യം. എന്നാൽ അത് പറയുമ്പോഴും തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം വരുത്തി തീർക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം മുഴുവൻ 2019 ഉണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് ഇതിൽ ഇനി തുടർ നടപടികൾ എന്തെങ്കിലും വേണോ? കാരണം ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നതിന് മുമ്പേ ദേവസ്വം വിജിലൻസ് തന്നെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുകയും ചെയ്തിരുന്നു. സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കണമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ കേസെടുക്കുന്ന സമയത്ത് ബോർഡ് എടുക്കാൻ പോകുന്ന നിലപാടുകളെ പറ്റിയുള്ള ചർച്ചകൾ പ്രധാനമായിട്ടും ഇതിൽ ഉണ്ടാകും. അതേപോലെ ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കണക്കും മറ്റുമൊക്കെ തയ്യാറാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 22-ാം തീയതി രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്ത് തീർപ്പാക്കേണ്ടതുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെയാണ് നാളെ മറ്റന്നാളും ചേരുന്ന ബോർഡ് യോഗത്തിൽ. സനൂപാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകി. നാളെ മറ്റന്നാളും ദേവസ്വം ബോർഡ് യോഗം ചേരാൻ പോവുകയാണ്.